കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ 7ാമത് എറണാകുളം റൂറൽ ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം മാത്യു കുഴൽനാടൻ MLAയും പൊതുസമ്മേളനം എറണാകുളം റേഞ്ച് DIG ഡോക്ടർ അരുൾ RB കൃഷ്ണ IPSഉം ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ലാ 7ാമത് ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ നടന്നു. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അധികാരം കിട്ടുന്നതും ആസ് ലോങ് ആസ് യു ആർ ഇൻ ദ യൂണിഫോം, ആ യൂണിഫോം നിങ്ങൾക്ക് തരുന്ന പവറാണ്. അത് വേറെ ഒരു സേനകൾക്കും ഈ യൂണിഫോം സർവീസിലുള്ളവർക്കല്ലാതെ ആ നിലയിലുള്ള ഒരു റൈറ്റ് ആർക്കുമില്ല. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ചില റൈറ്റ്സ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന റൈറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റൈറ്റ് ടു ലൈഫ് എന്നുള്ളത്. റൈറ്റ് ടു ലൈഫിനെ ഇൻഫ്രിഞ്ച് ചെയ്യാനുള്ള നിയമപരമായ അധികാരം നൽകിയിട്ടുള്ളത് പോലീസുകാർക്കാണ്. അവരതിനെ ആ ഒരു റൈറ്റിനെ മിസ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഗൗരവമുള്ള കാര്യമാണ്. അത് ലൈറ്റായി കാണാൻ കഴിയില്ല. നിങ്ങളെല്ലാവരും ദീർഘകാലം ഈ രംഗത്ത് പ്രവർത്തിച്ച് ഈ രംഗത്ത് നിങ്ങളുടെ ഒരു പുരുഷായുസ് മുഴുവൻ, ഒരുപക്ഷെ സ്ത്രീകളടക്കമുള്ളവരുടെ ആയുഷ്കാലം മുഴുവൻ പോലീസ് സർവീസ് നടത്തി പൂർത്തീകരിച്ചവരാണ്. പക്ഷെ നിങ്ങളുടെ ഒരു കളക്റ്റീവ് വിസ്ഡമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ നിന്നും കാലാനുസൃതമായി പോലീസിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പോലീസ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ആളുകൾ കൂടിയാണ് നിങ്ങൾ. കാരണം നിങ്ങൾ ആ ഒരു സർവീസ് പൂർത്തീകരിച്ച അനുഭവസമ്പത്തോടു കൂടി നിൽക്കുന്നവരാണ്. പക്ഷെ ഇന്ന് ചിലരൊക്കെ ഈ യൂണിഫോമിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ആ യൂണിഫോമിനോടുള്ള റെസ്പെക്റ്റ് സമൂഹത്തിൽ നിലനിർത്തേണ്ടത് നമ്മുടെ പൊതുവായ ആവശ്യമാണ്. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ റൂറൽ ജില്ലാ പ്രസിഡന്റ് ടോമി സെബാസ്റ്റ്യൻ IPS സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. എറണാകുളം റേഞ്ച് പോലീസ് DIG ഡോക്ടർ അരുൾ RB കൃഷ്ണ IPS പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷന്റെ ആവശ്യങ്ങൾ കുറച്ചധികം. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറഞ്ഞു പോവുകയാണെങ്കിൽ, തൃശ്ശൂർ DIGയുടെ ഓഫീസിന് സമീപത്ത് ഒരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ആ ബിൽഡിങ്ങിന് ഇപ്പോൾ ഒന്ന് വേറെ എന്തൊക്കെ ചെറിയ തടസ്സങ്ങൾ പറഞ്ഞ് കത്തുകുത്തുകൾ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ലബോറട്ടറി സാർ അന്ന് എൻ്റെ ശ്രദ്ധയിൽ അത് പെടുത്തിയത്. അപ്പോൾ അതുപോലെയുള്ള ചില ചെറിയ കാര്യങ്ങൾ, ആ കാര്യങ്ങൾ റെക്ടിഫൈ ചെയ്ത് പോകാനായിട്ടുള്ള എല്ലാ സഹായ സഹകരണവും എല്ലാ ഇനിഷ്യേറ്റീവ്സും കൊച്ചി എറണാകുളം റേഞ്ചിൻ്റെ ഭാഗത്തു നിന്നും എനിക്ക് ഉറപ്പു നൽകാൻ സാധിക്കുന്ന കാര്യമാണ്. അതിൽ പ്രധാനമായിട്ടും പണ്ടൊരു സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലറിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. പക്ഷേ അത് പ്രകാരം റിട്ടയർഡ് ഓഫീസേഴ്സിനെ വിളിച്ച് മീറ്റിംഗ് നടത്തി സ്റ്റേഷൻ തലത്തിലും സബ് ഡിവിഷൻ തലത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇൻട്രാക്ഷൻ നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എന്നുള്ളത് ഞാൻ വെരിഫൈ ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടില്ല. ഞാൻ പക്ഷേ ഇപ്പോൾ കൈയോടുകൂടി സുദർശനോട് ആ കാര്യം, നമ്മുടെ റൂറൽ സ്കൂൾ ആ കാര്യം നിർദ്ദേശം ഇപ്പോൾ തന്നെ പറയുകയും ചെയ്തു. അതിൻ്റെ ഫസ്റ്റ് പടിയായിട്ട് എറണാകുളം റൂറൽ ജില്ലയിലെ എല്ലാ DYSPമാരും അടുത്ത 15 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെയുള്ള ആ ഒരു ആഴ്ചയ്ക്കുള്ളിൽ റിട്ടയർഡ് ഉദ്യോഗസ്ഥരുമായിട്ട് ഒരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെൻഷൻ പരിഷ്കരണത്തിന്റെ DR 3ഉം 4ഉം ഗഡുക്കൾ അനുവദിക്കാനും പെൻഷൻ പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്താനും മെഡിസെപ് അപാകതകൾ പരിഹരിക്കാനും സമ്മേളനം ആവശ്യപ്പെട്ടു. മുൻ DGP അലക്സാണ്ടർ ജേക്കബ് IPS, ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ്, റൂറൽ ജില്ലാ പോലീസ് ചീഫ് KS സുദർശൻ IPS, മൂവാറ്റുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK ലംബോദരൻ നായർ, സംസ്ഥാന ഭാരവാഹികളായ മാർട്ടിൻ K മാത്യു, ജോസ് പീറ്റർ, KP പോൾ, ജില്ലാ ഭാരവാഹികളായ KS സലീം, TA മുഹമ്മദ് ബഷീർ, മുരളീധരൻ നായർ, N രഘുനാഥൻ, PM ബേബി, TK തോമസ്, T മോഹനൻ, സലീം പുത്തുകാടൻ, PK മാണി, സാറാമ്മ ജോൺ, മാത്യു ജേക്കബ്, PB കുമാർ, സലി TR, ഗോപാലൻ നായർ CS, PU ജോസഫ്, OV തങ്കച്ചൻ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭാരവാഹികളായി ടോമി സെബാസ്റ്റ്യൻ IPS, പോൾ ജോസഫ്, സലീം KS, രാധാകൃഷ്ണൻ V, TA മുഹമ്മദ് ബഷീർ, മോഹനൻ TT, TK തോമസ്,
മാത്യു ജേക്കബ്, രഘുനാഥൻ എൻ, കുര്യാക്കോസ് NK എന്നിവരെയും സമ്മേളനം തെരഞ്ഞെടുത്തു. മാനിയ മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.